ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോ രേണു സുധിയുടെയാണ്. കണ്ടോ? രേണു സുധിയുടെ ഫോട്ടോയാണ്. രേണു സുധിക്ക് ഇപ്പോൾ ശാരീരികമായി സുഖമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ക്യാൻസർ എന്നൊരു മാറാ രോഗം ആ ഉള്ളിൽ കാർന്ന് തിന്നാനായിട്ട് കയറിക്കഴിഞ്ഞു. ഒരുപാട് പേർക്ക് വന്നതാണ്, വരുന്നതാണ്. ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാം. ഈ ഇങ്ങനെ ഒരു പോസ്റ്റ് അതെങ്ങനെ തോന്നുന്നു ഈ തന്തയില്ലാത്തവന്? തന്ത ഉണ്ടോ തന്ത ഇല്ലേന്ന് എനിക്കറിയില്ല. ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അച്ഛനും ഇവൻ്റെ അമ്മയ്ക്കും ഇവൻ്റെ പെങ്ങൾക്കും അല്ലെങ്കിൽ ഇവൻ്റെ മക്കൾക്കും ഇങ്ങനൊരു പോസ്റ്റ് അടിച്ചിറക്കണം എങ്കിലേ ഇവന് വേദന ഉണ്ടാകും. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ എത്ര തെറ്റ് ചെയ്തോട്ടെ, ഒരു രോഗം വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അവരോടൊരു വിഷമം, ഒരു അലിവ് തോന്നും നമുക്ക്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. അല്ലെ പിന്നെ നമ്മൾ മനുഷ്യരല്ല അല്ലേ? രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി ഒരുപാട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്തത് എന്താണ്? ഒരു ഹസ്ബൻഡ് മരിച്ചു, അവർ പ്രോഗ്രാമിന് നടന്നു, അവർ ആൽബം ചെയ്തു, അവരവിടെ പോയി ഇവിടെ പോയി ഓരോ വീഡിയോകൾ ചെയ്തു. ഇതല്ലേ ചെയ്തുള്ളൂ. ഇതിനകത്ത് ഓരോ പെണ്ണുങ്ങൾ വളരെ വൃത്തികെട്ട രീതിയിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. ഈ ഒരു പാവം പെണ്ണ്, ഭർത്താവ് മരിച്ചത് അവളുടെ തെറ്റുകൊണ്ടല്ലല്ലോ, വിധിയാണ്. അത് നമുക്ക് ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ നമുക്ക് വരേണ്ടത് നമുക്ക് തന്നെ വരും, മറ്റൊരാൾക്ക് വരില്ല. അപ്പം അങ്ങനൊരു വിധി അവളെ ഒറ്റയ്ക്കാക്കി. അവൾ ആ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് അരി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. വാടക കൊടുക്കാൻ മാത്രം വേണ്ട എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്കുള്ളൂ. ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും വയറ് നിറയത്തില്ല. അധ്വാനിക്കണം, വസ്ത്രം വേണം, ആഹാരം വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ ചിലവിന് പൈസ വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തണമെന്നുണ്ടെങ്കിൽ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ നല്ലൊരു ചിലവുണ്ട്. അപ്പോൾ കാശിന് വേണ്ടിയിട്ടാണ് അവൾ, അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പ്രോഗ്രാമിന് പോയതും നാടകത്തിന് പോയതും ഒക്കെ. നിങ്ങളെ ആരെയും ശല്യപ്പെടുത്തിയിട്ടില്ലല്ലോ, നിങ്ങളാരെയും ഉപദ്രവിച്ചുകൊണ്ടല്ല അവൾ പോയത്. ഞാനും ഒരു സമയത്ത് രേണു സുധിനെക്കുറിച്ച് രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്. കാരണം ഹസ്ബൻഡ് മരിച്ചൊരു കുട്ടിയാണ്, രണ്ട് ആൺകുട്ടികളുള്ള ഒരു രേണു സുധിയാണ്. അപ്പം അവൾ ഇങ്ങനെ വൾഗറായിട്ടൊക്കെ, വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും വൾഗറായിട്ടൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ മനസ്സിനൊരു വേദനയാണ് മറ്റുള്ളവർ അവളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ഒക്കെ ഒരു വേദന. അപ്പോൾ അതുകൊണ്ട് ഞാനും ചെറുതായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. തെറ്റ് തന്നെന്ന് തന്നെ പറയും ഞാൻ, അതാര് ചെയ്താലും. പക്ഷെ അവിടെ ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ അതിനോടൊത്ത് നിൽക്കത്തന്നെ ചെയ്യണം. അവൾ ആനത്തെറ്റൊന്നും ചെയ്തിട്ടില്ല, പൊറുക്കാനാവാത്ത തെറ്റും ചെയ്തിട്ടില്ല, രാജ്യകുറ്റമൊന്നും അവൾ ചെയ്തിട്ടില്ല രേണു സുധി. ഇതിനകത്ത് ഒരുപാട് രാജ്യകുറ്റം ചെയ്യുന്നവരും ഉണ്ട്, ചെയ്തവരും ഉണ്ട്. അവരിപ്പോഴും അടിപൊളിയായിട്ട് ലാവിഷായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ കാണിച്ച തെമ്മാടിത്തരമില്ലേ, ശുദ്ധ തെമ്മാടിത്തരമില്ലേ ഇത്? ഇവൻ്റെ അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ട് ഇവൻ്റെ വീട്ടിൽ പോയിട്ട്, ഇവൻ്റെ വീട്ടിൽ ഇവൻ നേരം വെളുക്കുമ്പോൾ ഇവൻ കാണേണ്ട എന്താണെന്നറിയാമോ? സൂര്യോദയം കാണേണ്ട അവൻ്റെ വീട്ടിലൊരു വലിയ ഫ്ലെക്സ് ഇരിക്കണം, അവൻ ചത്തതായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും ചത്തതായിട്ട്. കുടുംബത്തോടുകൂടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് വലിയൊരു ഫ്ലെക്സ് അടിച്ചു വയ്ക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് ഇമാതിരി ചെയ്യാൻ പാടുണ്ടോ? ഒരു രോഗം വന്നൊരു വ്യക്തിക്ക് മാനസികമായിട്ട് അവർ തകർന്നിരിക്കുകയായിരിക്കും. അതിനിടയിൽ ഇമാതിരി ഒരു പോസ്റ്റൊക്കെ അടിച്ചിറക്കി. നിങ്ങളത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനക്കെട്ടിയാണ് ഇവനൊക്കെ. ഇങ്ങനെ ചെയ്യുന്നവൻ ഇവൻ്റെ വീട്ടുകാർക്ക് ഒരു വിരോധം വരുമ്പോൾ ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? തീർച്ചയായിട്ടും ചെയ്യും. ഇവൻ പല തന്തയ്ക്കുണ്ടായവനാണ് ഇവൻ. ഇവൻ്റെ അക്കൗണ്ട് ഇവൻ്റെ അക്കൗണ്ട് ഒന്ന് കയറി കണ്ടാലേ നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ആരാണ്. ഇവൻ പല തന്തയ്ക്കുണ്ടായവനാണ്. അതുകൊണ്ടാണ് ഇവൻ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രേണു സുധിയുടെ ഈ അസുഖം അറിഞ്ഞപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. മനസ്സായിട്ട് നല്ല വിഷമം തോന്നി. മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഞാനും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ്. ഈ മേക്കപ്പൊക്കെ പുറംമൂടിയാണ്. എല്ലാവരും ചിന്തിക്കുന്നത് അതാണ്. രേണു സുധിയുടെ ജീവിതവും അത് തന്നെയാണ്. നമ്മൾ ഈ ഇടുന്ന വസ്ത്രമായാലും നമ്മൾ ഈ അണിയുന്ന ആഭരണങ്ങളെല്ലാം പുറംമൂടിയാണ്. ഇതൊന്നും അഴിച്ചു വെച്ചിട്ട് ഒരു നിമിഷം നമ്മൾ കണ്ണടച്ചിരുന്നാൽ നമ്മൾ മരണത്തിലേക്ക് പോകും. അത്രമാത്രം വേദനകളും വിഷമങ്ങളും ഉള്ളവരാണ് മാക്സിമം ആൾക്കാർ. ഞാൻ വീഡിയോ ചെയ്യുന്നതെല്ലാം മറക്കാനാണ്. എനിക്ക് മനസ്സിലായൊരു കാര്യം, ഒരുപാട് ആൾക്കാർ വീഡിയോകൾ ചെയ്യുന്നത് അവർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അവർ അവൾ ഭയങ്കര സന്തോഷം, അവൾക്ക് എന്താ ദുഃഖം,
അങ്ങനെയല്ല പുറമേ നിന്ന് കാണുന്നവർ ചിന്തിക്കേണ്ടത്. ഒരാളെ പുറമേ നിന്ന് കണ്ടിട്ട് വിലയിരുത്തരുത് ഒരിക്കലും. ഞാൻ പറയുന്നൊരു കാര്യമാണ്. നേരിട്ട് കാണുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ അറിയുക, അതിനുശേഷം മാത്രം ഒരാളെ കുറ്റം പറയുക. സാഹചര്യമാണ് ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളിൽ എത്തിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നും ഞാൻ ജീവിക്കുന്നു. വിലപ്പെട്ട നഷ്ടങ്ങൾ ഉണ്ടായിട്ട് കൂടി ഞാൻ ജീവിക്കുകയാണ്. മരിച്ചിട്ട് മരണമില്ല എനിക്ക്, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അതുപോലെയാണ് ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വീഡിയോസിൽ മിക്ക ആൾക്കാരും കയറുന്നത് അവർക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ ആഡംബരം കാണിക്കുകയും കാശുണ്ടാക്കുകയും തുണിയുരിഞ്ഞ് കാണിക്കുന്ന വൾഗറായിട്ടുള്ള ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട് ഇതിനകത്ത്. എല്ലാവരും ഒരുപോലെ അല്ല, പലവരും പല അച്ഛൻ്റെ അമ്മയുടെയും മക്കളാണല്ലോ, അപ്പോൾ പല ക്യാരക്ടറായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ ചെയ്തതാണ്. ഞാൻ അങ്ങനെ ഒരു സങ്കടത്തോടുകൂടി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഈ പോസ്റ്റ് കാണുന്നത്. അപ്പം ഞാൻ ഉടനെ അതിന് പ്രതികരിച്ചു. ഞാൻ ഇവൻ്റെ വീട് അറിയാമായിരുന്നെങ്കിൽ ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഇവന് ഒരു പോസ്റ്റ് അടിച്ചിറക്കിയേനെ ഞാൻ. കാരണം അത് വേണ്ടേ? നമ്മളിൽ പലരും അത് ചെയ്താലേ ഇനി ഇതുപോലുള്ളവന്മാരും മുതിർന്നു വരാതിരിക്കത്തുള്ളൂ. നിങ്ങളുടെ വീട്ടുകാർക്കാണ് ഇതുപോലൊരു പോസ്റ്റ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ സഹിക്കുമോ? സഹിക്കത്തില്ല. ടിക്ടോക്കുള്ള കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള പോസ്റ്റുകൾ. ജീവനോടെ ആൾക്കാരിരിക്കവേ അവർക്ക് ഇതുപോലുള്ള പോസ്റ്റുകൾ അടിച്ചിറക്കുന്ന നായിൻ്റെ മോന്മാരെ. മനസ്സിലായില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അത് വളരെ വിഷമപ്പെടുന്നൊരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ ജനങ്ങളായ നിങ്ങൾ രേണു സുധീഷ്ണയെ സ്നേഹിക്കുന്ന 1 കോടി ആൾക്കാരുണ്ടെന്നാണ് രേണു പറയുന്നത്. അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട്. 1 കോടി വേണ്ട, വിരലിൽ എണ്ണാവുന്ന, അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ മേലെയുള്ള ആൾക്കാരുണ്ട്. രേണു സുധിയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ പ്രതികരിക്കുക. ഇവൻ്റെ അക്കൗണ്ട് പൂട്ടിക്കുക, ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഇവന് നല്ല പണി കൊടുക്കുക. ഇതാ എനിക്ക് പറയാനുള്ളത്. പിന്നെ രേണുവിനോട് എനിക്ക് പറയാനുള്ളത്, ഇതും കടന്നു വരും. ഇതൊക്കെ കടന്ന് പഴയതുപോലെ ഹാപ്പിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് നല്ലൊരു കുട്ടിയായിട്ട് മുന്നിട്ട് വരട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ അസുഖവും പെട്ടെന്ന് മാറട്ടെ. ധൈര്യം കൈവടിയരുത്. എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക. പഴയതുപോലെ തന്നെ അടിച്ചു പൊളിച്ച് ഹാപ്പിയായിട്ട് പോവുക. 2 കുട്ടികളുണ്ട്, അവരെ നോക്കണം. അവരുടെ ഭാവി, അവരുടെ വളർച്ച എല്ലാം നമുക്ക് കാണണം. അപ്പോൾ അതുകൊണ്ട് ഹാപ്പിയായിട്ടിരിക്കുക. എല്ലാം ശരിയാവും. പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ എന്നും ഓർക്കാം. ഈശ്വരനുണ്ടാവും. ഓക്കെ, ഹാപ്പിയായിട്ടിരിക്കുക.